ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 70 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹെയർ സ്പ്രേ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേപ്പിലയുടെ ഇലകൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ വേപ്പിലയുടെ ഇലയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ഓക്കെ, അതിടാം. അതിൻ്റെ കൂടെ തന്നെ കൊത്തമല്ലി. ഓക്കെ, അത് കുറച്ച് ഒരു 2 തണ്ട്, ചെറിയ തണ്ട് അതിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ഓക്കെ, 1 ഗ്ലാസ് വെള്ളം. ഓക്കെ, നിങ്ങളുടെ ഹെയർ ലെങ്ത്തിന് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹെയർ സ്പ്രേ എന്ന് പറയുന്നത് കുളിക്കുന്ന ടൈമിൽ, അതായത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, റിൻസ് ഔട്ട് ചെയ്യുക ഫൈനലായിട്ട്. ആ വെള്ളത്തിലൂടെ തല കഴുകുമ്പോൾ സ്കാൽപ്പിലത്തെ ഇച്ചിനെസ്, ആ ഒരു സ്കാൽപ്പ് ബോയിൽസ് ആവട്ടെ, സ്വെറ്റ് ആവട്ടെ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സ്പ്രേ ആർക്കൊക്കെ യൂസ് ആകുമെന്ന് വെച്ചാൽ താരനുള്ള പ്രശ്നം, അതായത് സ്കാൽപ്പിൻ്റെ എപ്പോഴും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവുക, എന്തൊക്കെ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കും, ഹെയർ കെയർ ചെയ്യും, എണ്ണ അപ്ലൈ ചെയ്യുമായിരിക്കും, പിന്നെ മന്ത്ലി ആയിട്ട് ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുക, പിന്നെ സ്കാൽപ്പും മസാജ് ചെയ്യുന്നുണ്ടാവും, സ്കാൽപ്പ് സ്ക്രബ് ചെയ്ത് കഴിയുക, അതായത് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തൊക്കെ ചെയ്തിട്ടും പിന്നെയും താരൻ തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു സ്പ്രേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസാണ്, അതിലൊരു ഓപ്ഷണലാണ്. ഓക്കെ, മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. എല്ലാവർക്കും പൊതുവെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വേപ്പില കിട്ടിയില്ല, ഇൻ കേസ് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ഉലുവ എടുക്കാവുന്നതാണ്. ഓക്കെ, ഉലുവ സോക്ക് ചെയ്ത വെള്ളമോ ഇല്ലെങ്കിൽ ഡയറക്റ്റായി ഉലുവ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്താലും മതിയാവും. ആ ഉലുവ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഗ്യാപ്പുള്ള അവിടെ ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നതിലൂടെ തന്നെ അത് ഇൻഫെക്ഷൻസൊക്കെ കുറയ്ക്കും. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഹെയർ ഫോളിക്കലൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനും ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് സഹായിക്കും കേട്ടോ. എപ്പോഴും ഉലുവയുടെ ഹെയർ പാക്കൊന്നും തേച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അല്ലേ. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ടൈം കണ്ടെത്തിയിട്ട് അതൊക്കെ ഓർത്ത് വേണം ചെയ്യേണ്ടിയിട്ടുണ്ട്. ഓക്കെ, മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, പിന്നെ വർക്കിംഗ് വുമൻ, ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും ഹെയർ കെയർ ചെയ്യാനൊക്കെ താല്പര്യം കാണില്ല, ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു സ്പ്രേ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, ഹെയർ കെയർ ചാലഞ്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഡെയിലി ഹെയർ സ്പ്രേ വീക്ക്ലി ഒരു 3 to 4 ടൈംസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സ്കാൽപ്പ് നന്നായി ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് മല്ലിയിലയും പിന്നെ വേപ്പിലയും നല്ല കോമ്പിനേഷനാണ്. നല്ല അതിൻ്റെ ഒരു സത്വം എന്ന് പറയുന്നത് നന്നായിട്ട് സ്കാൽപ്പിൽ അബ്സർവ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലായിട്ടും ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആ 2 ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടും എണ്ണ കാച്ചി എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ, അതായത് എണ്ണ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും നല്ല മാറ്റം നിങ്ങളുടെ മുടിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രേ നിങ്ങൾക്ക് വീക്ക്ലി 2 ഇല്ലെങ്കിൽ 3 ഉപയോഗിക്കാവുന്നതാണ്. അതായത് ചിലവർക്ക് എന്തൊക്കെ ചെയ്താലും സ്വെറ്റ് ആയിക്കൊണ്ടേയിരിക്കും സ്കാൽപ്പ്, അതിനൊക്കെ ഒന്ന് അകറ്റാൻ 3 to 4 ടൈംസ് വീക്ക്ലി
ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഡേ ടൈം ഉപയോഗിക്കാം. നൈറ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സ്പ്രേ ഉപയോഗിച്ചാലും ഈ ഹെയർ ടോണിക് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാലും അതൊരു നീരിറക്കം പ്രശ്നം ഉണ്ടാവും, കോൾഡ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഒരു തലവേദന വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നൈറ്റ് ടൈം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ല് ജസ്റ്റ് ഹെയർ എൻഡ് വരെ നിങ്ങൾക്ക് തടവി കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് റെഗുലറായിട്ടുള്ള ഒരു എണ്ണ നിങ്ങൾക്ക് തടവി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇൻഫെക്ഷൻസ് മാറ്റിയെടുക്കാനും സ്കാൽപ്പൊക്കെ നന്നായി കെയർ ചെയ്യാൻ ടൈമുണ്ടെന്ന് ഉള്ളവർക്കൊക്കെ ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ദിവസം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. ഇല്ലെങ്കിൽ പോമോഗ്രാനൈറ്റ്, ബനാന, ഇല്ലെങ്കിൽ ഗ്വാവ, ഓറഞ്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇളനീര് കിട്ടുകയാണെങ്കിൽ ഇളനീര്, ഇല്ലെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കുക. ഓക്കെ, പക്ഷേ ലിക്വിഡ് ഐറ്റം എപ്പോഴും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ പാടില്ല, ഡ്രൈനെസ് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം ഇതാണ് ചെയ്യേണ്ടത്, ഹെയർ കെയർ റെമഡി എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ദയവായത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.